ഹലോ എവ്രി വൺ, ഐ എം സമീർ അജ്മൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിലിം സ്റ്റഡീസിന്റെ 6th സം 2024 ഏപ്രിൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഫിലിം സ്റ്റഡീസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇതിൽ പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആൻസേഴ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് റേസ് പെർസ്പെക്റ്റീവ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റീജിയണൽ സിനിമാറ്റിക് സ്റ്റൈൽ ആൻഡ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ബ്രോഡർ നാഷണൽ എത്തോസ് വിതിൻ ദോസ് റീജിയണൽ സിനിമാസ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഫിലിം സ്റ്റഡീസിൽ സത്യജിത് റേയുടെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡിസ്കസ് ദി എത്തിക്കൽ ഡിലമാസ് ഇൻവോൾവ്ഡ് ഇൻ സിനിമാറ്റിക് സ്റ്റോറി ടെല്ലിംഗ് റെഫറൻസിംഗ് ദ ഫിലിം ബണ്ടിറ്റ് ക്വീൻ ആൻഡ് ഇറ്റ്സ് ഡെപിക്ഷൻ ഓഫ് ഫൂലൻ ദേവീസ് ലൈഫ്. ഫൂലൻ ദേവിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ചിട്ടുള്ള സിനിമയാണ് ശേഖർ കപൂറിന്റെ ബണ്ടിറ്റ് ക്വീൻ എന്ന സിനിമ. അപ്പൊ ഈ സിനിമയിൽ അവര് കൊമേഴ്ഷ്യൽ സക്സസിന് വേണ്ടി അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തും ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിയും ഒരു റേപ്പ് വിക്റ്റിമാണ്. അപ്പൊ ഇതൊന്നും ഒരു ധാർമ്മികമായ മൂല്യങ്ങൾ ഫോളോ ചെയ്യാണ്ട് അവരുടെ ഇമോഷൻസിനെ ഒന്നും വകവെക്കാതെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമയെ വിമർശനാത്മകമായിട്ട് നമ്മൾ ആ സിനിമയുടെ കഥ പറയുന്ന രീതിയെ വിമർശനാത്മകമായിട്ട് നമ്മൾ എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഞാൻ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ബണ്ടിറ്റ് ക്വീൻ്റെ അതുപോലെ തന്നെ സത്യജിത് റേന്റെ ഒക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് രണ്ടാമത്തെ സെക്ഷനിൽ എസ്സേസ് നോക്കാം. നമുക്കറിയാം ഈ രണ്ട് ഫസ്റ്റ് മെയിൻ സെക്കൻഡ് മെയിനിൽ ഏതെങ്കിലും ഒരു എസ്സേ ഓരോരോ എസ്സേ വീതമാണ് എഴുതേണ്ടത്. അപ്പോൾ സെക്കൻഡ് മെയിനിൽ എസ്സേയിൽ വന്നിട്ടുള്ളത് ഹൗ ഡസ് സുബ്രഹ്മണ്യപുരം പോർട്രേ ദ തീം ഓഫ് ലോയാലിറ്റി ആൻഡ് ദ ബെട്രയൽ എമംഗ് ഫ്രണ്ട്സ്. ഡിസ്കസ് ദ പിവറ്റൽ മൊമെന്റ്സ് ഇൻ ദ പ്ലോട്ട് ദാറ്റ് ഹൈലൈറ്റ്സ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് ബെട്രയൽ വിതിൻ ദ നരേറ്റീവ്. അപ്പോൾ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ മുൻകാലങ്ങളിലെ ക്വസ്റ്റ്യൻസിലും വന്നിട്ടുള്ളതാണ് സുബ്രഹ്മണ്യപുരം എന്നുള്ള സിനിമയെ കുറിച്ചിട്ടുള്ളത്, അതിന്റെ അപ്രിസിയേഷനും അതിലെ കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്തത് റാഷ്മോൻ, അതും റിപ്പീറ്റഡ് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡസ് റാഷ്മോൻ ചലഞ്ചസ് ദ ഓഡിയൻസ് പെർസെപ്ഷൻ ഓഫ് ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ്. ഡിസ്കസ് ദ പോസിബിൾ ഇംപ്ലിക്കേഷൻ ഓഫ് ദ ഫിലിംസ് നരേറ്റീവ് സ്ട്രക്ചർ ഓൺ ദ ഓഡിയൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മൊറാലിറ്റി ആൻഡ് റിയാലിറ്റി. ഈ ഒരു റാഷ്മോൻ എന്ന സിനിമയെ കുറിച്ച് ഞാൻ ഷോർട്ടായി നമുക്ക് ആ സിനിമയെ കുറിച്ചുള്ള ഒരു അപ്രിസിയേഷൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്തത് 100 വേർഡ്സിൽ എഴുതാൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3 ഇതിൽ 4 ഏതെങ്കിലും 4 എഴുതേണ്ടത്. അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ OTT പ്ലാറ്റ്ഫോം ജനറൽ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വിയർ തിയറി ഇൻ സിനിമ. വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇൻ സിനിമ. അനലൈസ് ഹൗ ഇറ്റാലിയൻ ന്യൂ റിയലിസം ഹാസ് ഷേപ്ഡ് ദ ഫിലിം ഇൻഡസ്ട്രി ഗ്ലോബലി. ഇറ്റാലിയൻ ന്യൂ റിയലിസം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്റ്റഫർ നോളനെ കുറിച്ചും ഞാൻ ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിൽ തന്നെ നേരത്തെ ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് നോട്ട് ഓൺ ആനിമേഷൻ മൂവീസ്. അടുത്ത ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. 2 സെന്റൻസ് ആണ് മാക്സിമം എഴുതേണ്ടത്. അതിൽ ഒന്നാമത്തെ ക്രൊണോളജിക്കൽ എഡിറ്റിംഗ്, ഇതൊക്കെ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അരുന്ധതി റോയ്സ് പെർസ്പെക്റ്റീവ് ഓൺ ദ പോർട്രയൽ ഓഫ് ട്രൂത്ത് ഇൻ ദ ഫിലിം ബണ്ടിറ്റ് ക്വീൻ, ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്. ബണ്ടിറ്റ് ക്വീൻ സിനിമയെ കുറിച്ച് അരുന്ധതി റോയിന്റെ അവരാണ് ഈ എത്തിക്കൽ നേരത്തെ പറഞ്ഞ എസ്സേ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തേണ്ട ആൻസേഴ്സ് തന്നെയാണ് ഈ പറയുന്ന 12th ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. ലോങ് ഷോട്ട്, പിന്നെ ആനിമേഷൻ എന്താണ് ശേഖർ കപൂർ. ബണ്ടിറ്റ് ക്വീൻ സിനിമ ഡയറക്റ്റ് ചെയ്ത് ശേഖർ കപൂർ ആണ്. 3D മൂവീസ്, 180 റൂൾ, ബയോപിക്, സ്പെഷ്യൽ എഫക്ട്സ് ഇൻ മൂവീസ്, റോഡ് മൂവീസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 6th സം ഫിലിം സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഇനി എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കാണുമ്പോൾ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആൻസേഴ്സ് ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഐ എം സമീർ അജ്മൽ സൈനിങ് ഓഫ്.